ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ജസ്റ്റ് ഞാൻ റിഫ പിന്നെ നമ്മളെ ഇമ്മമ്മ ഉണ്ടേനു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് ടൗണിൽ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റിയിലെത്തിക്കണം. ഇവിടുന്ന് SM-ലേക്ക് പോകണം. SM-ക്ക് നടക്കാനുള്ളൊരു ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങനെ SM-ലെത്തിക്കണം. നല്ല തപ്പലാണ്, നല്ല അഭിനയം കേട്ടോ, നല്ല അഭിനയാണ്. ഓസ്കാർ കിട്ടും. ഡ്രസ്സാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സ് കിട്ടണില്ല. അത്രയും ഷോപ്പാട് ഉണ്ടായിട്ടും നമുക്കൊന്നും പറ്റണില്ല. അങ്ങനെ നമ്മൾ പിന്നെ വിചാരിച്ച് ചെരുപ്പ് നോക്കാം. ചെരുപ്പിൻ്റെ അവിടെ പോയപ്പോഴും ചെരുപ്പ് നല്ലതില്ല. അങ്ങനെ നമ്മൾ പിന്നെയും ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് തന്നെ വന്നിക്കണം. ഇവിടുന്ന് ലോക തപ്പലാണ്. നമുക്ക് ഒരാൾക്ക് പറ്റണത് ബാക്കി രണ്ടാൾക്ക് പറ്റില്ല, അങ്ങനെയേനു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ തന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ടേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ ഞാൻ കുറച്ച് ബണ്ണും റിഫ കുറച്ച് ക്രാബ്, അങ്ങനെ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത്. അതല്ലാണ്ട് നമ്മൾ മേടിക്കാൻ പോയ സാധനം നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല. ബാക്കി കുറേ സംഭവങ്ങൾ നമ്മൾ മേടിച്ചും ചെയ്ത്. അത് പിന്നെ എപ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഉദ്ദേശിച്ച സാധനം നമ്മൾ മേടിക്കില്ല, പക്ഷേ ബാക്കി കുറേ എണ്ണം മേടിച്ച് കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അവിടെ പിന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ കണ്ടപ്പോൾ റിഫി അവിടെ വലിഞ്ഞു പോയി. എന്നിട്ട് ഓരോന്ന് തപ്പി ഓരോന്ന് നോക്കണൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും മേടിക്കൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ എല്ലാത്തിനും നല്ല വില കുറവാണ്. 10, 20, 30 അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഏറിപ്പോയി 300 വരെ ഉണ്ടാവുള്ളൂ ഇവിടുത്തെ സംഭവങ്ങൾക്കൊക്കെ വില. അതിൻ്റെ മുകൾക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഓരോ സംഭവങ്ങൾ നോക്കണുണ്ട്, പക്ഷെ നമ്മളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നോണ്ടറിയാ ഷെയ്പ്പൊക്കെ വട്ടപ്പാത്രം ഓരോരുത്തർ. പിന്നെ അവിടെ തന്നെ ബാഗിൻ്റെ സെക്ഷനും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇവിടെയൊക്കെ വെറുതെ നമ്മൾ വന്നു കഴിഞ്ഞാലൊക്കെ നോക്കി പോണത് നമുക്ക് ഫറലാണല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ മേടിക്കൊന്നുമില്ല, എന്നാലും എല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിവിടെ കുറേ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഏതാണ് നമ്മൾ എടുക്കുക, ഡ്രസ്സ് എവിടെ പോയിട്ട് ആ ഡ്രസ്സ് എടുക്കാമെന്നാണ്. കാരണം അത്രയും ഷോപ്പുണ്ടായിട്ടും നമുക്ക് ആർക്കും അവിടെ നിന്നൊരു ഡ്രസ്സും പറ്റണില്ല. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് എന്താ പറയുക, എനിക്കും റിഫക്കും സെയിം ബാഗ് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് ആ ബാഗ്, നല്ലൊരു ബാഗ്. അപ്പോൾ ഞാനും റിഫി അതിട്ട് കണ്ട് കുറച്ച് ഷോ കാണിച്ച്. അപ്പോൾ അവിടുന്ന് ഈ ബണ്ണ് ഞാൻ എടുത്തിക്കണ്, കാരണം എനിക്കത് നല്ല ഇഷ്ടമായി. അപ്പോൾ അതെടുത്തേന്. പിന്നെ റിഹ ക്രാബൊക്കെ നോക്കണുണ്ട്. നമ്മൾ മെയിനായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എടുത്തത്. പിന്നെ റിഹ ഈ ഒരു സംഭവം എന്താണ് ഇവിടെ കാണിച്ചു തരാം. ഇതോളോളെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അവിടെ നിന്നൊരു കീ ചെയിൻ. അവിടെ ഓസിക്ക് ബ്ലഷൊക്കെ എടുത്തിട്ടുണ്ട്, ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ കുറേ ബ്യൂട്ടി പ്രൊഡക്ട്സും അതുപോലെ നമ്മളെ ഫേസ് വാഷ്, പിന്നെ ഫേസ് മാസ്ക്, പിന്നെ ഫൗണ്ടേഷൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അത് പിന്നെ നമ്മളങ്ങനെ വല്ലാണ്ട് ഉപയോഗിക്കലില്ല അങ്ങനത്തെ ഒന്നും. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ എടുത്തില്ല. പക്ഷേ എല്ലാം നോക്കാം, പിന്നെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പ്രൈമർ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അങ്ങനത്തെ കുറേ എല്ലാം നമ്മൾ നോക്കി. പക്ഷെ നമ്മളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. മെയിനായിട്ട് നമ്മൾ പോയ സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെറുതെ കുറച്ച് നേരം കൂടി നോക്കി നിൽക്കാം, എന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് തന്നെ പോകാൻ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഡ്രസ്സ് എടുക്കാനാണ് ഏറ്റവും പാട്. പ്രത്യേകിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ കിട്ടുമില്ല. നമ്മളിവിടെ കുറേ ഷോപ്പിൽ തിരിഞ്ഞിട്ടും നമുക്ക് പല സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ വിചാരിച്ചൊരു സംഭവമുണ്ട്, അത് നമുക്ക് കിട്ടിയിട്ടില്ല. അതിനെക്കൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ മുതൽ നമ്മളൊന്നും മനസ്സിൽ വിചാരിക്കില്ല, കിട്ടണത് എടുത്ത് അങ്ങോട്ട് പോരാ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ മൂന്നാളം മനസ്സിലുള്ള ഏറ്റവും വലിയൊരു വിഷമാണ് ഇനി എവിടെ നിന്ന് നമുക്ക് കിട്ടും ഡ്രസ്സ് എന്നുള്ളത്. ഇനി കിട്ടൂല, അഥവാ നമ്മളെ നാട്ടിലൊക്കെ തിരിഞ്ഞ് ഇവിടെ ഓടി കിട്ടായിട്ട് നമ്മൾ ടൗണിൽ പോയത്. അപ്പോൾ ഇനി ടൗണൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാനും കയ്യിൽ അമ്മമാരത്തുനിന്ന് ചീത്തയും കേൾക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് വേണ്ടിയില്ല, നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ച് ഇവിടെ കയറിയപ്പോഴാണെങ്കിലും ഇവിടുന്ന് ഇറങ്ങാനും തോന്നുന്നില്ല കേട്ടോ. പക്ഷെ നമ്മളൊന്നും മേടിച്ചിട്ടില്ല. നമ്മൾ ക്രാബ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. നല്ല വെറൈറ്റി ക്രാബൊക്കെ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് മേടിച്ചിരിക്കണേ, അല്ലാണ്ട് വേറെ അങ്ങനെയൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഹെയർ ബാൻഡ്, മക്കൾക്കൊക്കെ ഇടാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ പേര് സൺഡേ മാർക്കറ്റാണോ സൺഡേ മാളാണോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, സൺഡേ മാളാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇങ്ങനെ നടുവ് നിൽക്കുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എവിടെ കയറുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളൊരു ടോപ്പിൻ്റെയും അതുപോലെ ജീൻസിൻ്റെ ഒക്കെ ഒരു ഷോപ്പുണ്ട്. അപ്പം അവിടെ കയറി ഇവിടുന്നെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട്. അപ്പം വിചാരിച്ച പോലെ തന്നെ അവിടെ നിന്നും കിട്ടിയില്ല. എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മൾ എത്താൻ കഷ്കയിലാണ്. കഷ്കാണ് നമ്മളെല്ലാവരും ലാസ്റ്റ് ഓപ്ഷന്. അങ്ങനെ അവിടെ എത്തിയപ്പം അവിടെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ട്. അതൊരു കോഡ് സെറ്റാണ്, അതിന് പാൻറ്റും അതുപോലെ തന്നെ ഒരു ടോപ്പും ഉണ്ട്. നല്ല അടിപൊളിയാണ്. പക്ഷേ അതിന് എന്താ പറയുക, കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണോ എന്നൊരു സംശയം. അപ്പം നമ്മൾ അത് തൽക്കാലത്തേക്ക് അവിടെ വെച്ച്. പിന്നെ അവിടുന്ന് ഈ ഒരു ടോപ്പ് കണ്ടപ്പോഴേക്കും നല്ല ഇഷ്ടമായി. പക്ഷേ ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ. അപ്പോൾ ഇത് ഞാൻ നോക്കി, പക്ഷേ എൻ്റെ ബാക്കിൽ ഒരു കീറൽ പോലെ ഉണ്ട്, സ്റ്റിച്ച് വിട്ടിക്കണം. അപ്പോൾ ഞാൻ അതെടുത്തില്ല.
പിന്നെ നമ്മളെ ഷോപ്പിംഗ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയില്ല, കഷ്കേന്ന് നമ്മൾ ഇറങ്ങി, കഷ്കേന്ന് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മളിതാ വന്ന കാര്യം എന്തായാലും നടന്നില്ല, അങ്ങനെ എന്തെങ്കിലും തിന്നാന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെയുള്ള ഒരു കൂൾ ബാർ കയറി. ഇവിടെ കയറിയപ്പോഴാണെങ്കിൽ അതിനും വലുത് നമ്മൾ ഓർഡർ ചെയ്ത് 4 ലെയിം ഓർഡർ ചെയ്തിട്ടാണെങ്കിൽ തൊള്ള വെക്കാൻ കഴിയണില്ല. ഫസ്റ്റ് നമ്മൾക്ക് തന്ന ലെയിം ഭയങ്കര കയ്പ്പ്, അതായത് 2-3 ദിവസം മുന്നേ അടിച്ച് വെച്ച ലെയിമാണ് തോന്നുന്നത്, ഭയങ്കര കയ്പ്പുണ്ടേനു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് അവിടുത്തെ ആളടുത്ത് പറഞ്ഞ്, അപ്പോൾ ഒരു പറഞ്ഞാൽ മാറ്റിക്കൊണ്ടുവരാന്ന്, കുറച്ച് ചൂടായിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് മാറ്റിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. അങ്ങനെ മൂപ്പരത് മാറ്റിക്കൊണ്ടുവന്നതാണെങ്കിലോ ഫസ്റ്റത്തേനേക്കാളും എടുങ്ങാറാണ് രണ്ടാമത്തെ ലെയിം. തൊള്ള വെക്കാൻ കാണില്ല, ഭയങ്കര മധുരം. ആകപ്പാട് നമ്മൾ ഈ ക്ഷീണത്തിൻ്റെ ഇടയിൽ ഇരട്ടി ക്ഷീണമായിപ്പോയി. അത് കുടിച്ചപ്പോൾ തലക്ക് എക്സ്ട്രാ ഒരു മന്ദപ്പ് വന്നുപോയി. അങ്ങനെ നമ്മൾ പിന്നെ വേറൊരു ഷോപ്പ് കയറി ഇവിടുന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നമുക്ക് 3 ആൾക്കും എല്ലാം നമ്മൾ ഈ ഡ്രസ്സ് മേടിക്കാൻ ഉദ്ദേശിച്ചത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾക്ക് നമ്മളിപ്പോൾ മേടിക്കുന്ന സംഭവം ഓൾക്ക് ഒക്കണം എന്നില്ലല്ലോ, അതായത് ഓൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നെയും ഈ ഒരു ഷോപ്പിൽ വന്ന് ഇവിടുന്ന് റിഫക്ക് ഒരു കമ്മൽ മേടിക്കണം. അങ്ങനെ അവിടുന്ന് കമ്മൽ നോക്കിയപ്പം നമ്മൾ നോക്കി വെച്ച കമ്മൽ ആരോ എടുത്തുകൊണ്ടേക്കണ്. അപ്പോൾ കമ്മൽ കിട്ടിയില്ല. അങ്ങനെ ഞാനൊരു ജേഴ്സി ഷോളും വാങ്ങി നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് നമ്മൾ എസ്എമ്മിൽ വരുമ്പോൾ അധികം പോണ ഒരു ഷോപ്പാണ് ഈ ഒരു ഷോപ്പ്. അതായത് ഇവിടെ എന്തെടുത്താലും 5, 10, 15, 20 അങ്ങനത്തെ റേറ്റൊക്കെയുള്ള സാധനങ്ങളാണ്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഇവിടുന്ന് കുറേ സംഭവങ്ങളൊക്കെ നോക്കി, പക്ഷെ നമ്മളൊന്നും മേടിച്ചിട്ടില്ല. ഈ സ്പൂണിന് 15 രൂപ. പിന്നെ നമ്മൾ അവിടെ നല്ല രസം തോന്നുന്ന ടൈപ്പ് സ്പൂണും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നോക്കിയിട്ടു. പക്ഷെ നമ്മൾ എന്തിനാ അപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് വെറുതെ മേടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് മേടിച്ചിട്ട്. അങ്ങനെ ഒരുവിധം മെസ്സമ്പത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ നേരത്താണ് എനിക്ക് മാത്രം വിശന്നിട്ടില്ല, പക്ഷേ ഇവർക്ക് 3 നല്ല വിശപ്പ്. അങ്ങനെ നമ്മളൊരു അവിലി മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മളെ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ മുന്നിലുള്ളൊരു കൂൾ ബാർ കയറിയിട്ട് അവിലി മിൽക്ക് കുടിക്കുകയാണ്. അതിനൊരു വിധം നമ്മൾ കുറേ നേരം കാത്തുന്നതിന് ശേഷമാണ് അവിലി മിൽക്ക് കിട്ടിയത്. അപ്പോൾ അവിടെയും കുറേ ടൈം അങ്ങനെ പോയി. അങ്ങനെ നമ്മൾ പിന്നെ കുടിച്ചു കഴിഞ്ഞ് നേരെ ബസ് കയറാൻ പോവാണ്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ഇവിടെ റംബൂട്ടാനുണ്ട്, നമ്മൾ ബസ്സിന് കാത്തിട്ടാണ്. അങ്ങനെ നമ്മൾ ബസ്സും കിട്ടി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വേറൊരു വ്ളോഗായിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും.